ഇത് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോമാണ്. ഇതിനെപ്പറ്റി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മെയിൻ പരീക്ഷയ്ക്ക് പ്രിലിമിനറി പാസ്സാവുന്നവർക്ക് മെയിൻ പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞല്ലോ. ഈ മെയിൻ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ്സ് ഫില്ല് ചെയ്യുന്നൊരു ഫോമാണ് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം. ഇത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പറ്റിയുള്ളൊരു ബയോഡേറ്റയായത്. ഈ ബയോഡേറ്റ ഫില്ല് ചെയ്യുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് ഫില്ല് ചെയ്യുക. ഈ സംഗതിയാണ് ഇൻ്റർവ്യൂവിന് അവരുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അറിഞ്ഞൂടാത്ത കാര്യമൊക്കെ എഴുതി വെച്ചാൽ ഇൻ്റർവ്യൂവിന് അവർ ചോദിക്കുമ്പോൾ അറിഞ്ഞൂടാത്ത കാര്യത്തിനെ പറ്റി ചോദ്യം വരും. നിങ്ങൾ വെറുതെ ഒരു ട്രാപ്പിലാവും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളെപ്പറ്റി സത്യസന്ധമായിട്ടുള്ള, പാചകമൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ കുക്കിംഗ് ഒക്കെ ഹോബിയായിട്ട് എഴുതി വെക്കാതിരിക്കുക. അതുപോലെ വേറെ ഹോബീസ് അറിയാവുന്ന കാര്യം എഴുതുക. കാരണം അവർ പാചകം ചെയ്യാൻ പറയുമ്പോൾ അവർ ചോദിക്കും പനീർ ബട്ടർ മസാലയിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിക്കും, നമുക്കറിയില്ല. അതുപോലെ വേറെ ഏതെങ്കിലും 2 സ്ഥലത്തെ കുക്കിംഗ് തമ്മിൽ ചെട്ടിനാട് ക്യുസീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കും. ഇതൊന്നും അറിയില്ലെങ്കിൽ വെറുതെ കയറി കുക്കിംഗ് ഒന്നും എഴുതാൻ പോകാതിരിക്കുക. ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഫോമിൽ എപ്പോഴും ഒരു ബയോഡേറ്റ ആയതുകൊണ്ട് സത്യസന്ധമായും വളരെ കൃത്യമായുള്ള കാര്യങ്ങൾ എഴുതുക. അവരതിൽ കയറി ചോദ്യം ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റണം. അപ്പോൾ എൻ്റെ പേര് പാർവതി എന്നായതുകൊണ്ട് ഈ പാർവതി എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിക്കണം. വേറെ പാർവതിമാർ, പ്രശസ്തരായിട്ടുള്ള പാർവതി വേറെ ആരൊക്കെ ഉണ്ട്? ഞാനല്ല പ്രശസ്തരായിട്ടുള്ള പാർവതിമാർ. രണ്ടാമത്തേത്, പാർവതി എന്ന് നദിയുണ്ടോ? ഉണ്ട്. ആ നദി എവിടെയാണ്? എൻ്റെ ഓപ്ഷണൽ ജോഗ്രഫി ആയിരുന്നു. പാർവതി നദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എനിക്കറിയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ പേരിലുള്ള നദി പോലും എനിക്കറിയില്ല എന്നുള്ളൊരു നെഗറ്റീവ് ഇമ്പ്രഷൻ ആയില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം സൂക്ഷിച്ച് ഫില്ല് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അവർ കേഡർ പ്രിഫറൻസും അതുപോലെ സർവീസ് പ്രിഫറൻസും ഈ സമയത്ത് വാങ്ങിക്കും. അതായത് 21 സർവീസും നിങ്ങൾ നിങ്ങളുടെ പ്രയോർ ഓർഡറിൽ ലിസ്റ്റ് ചെയ്യണം. അതുപോലെ കേഡർ ഉണ്ടല്ലോ, IASനും IPSനും കേഡറുണ്ട്, അറിയാമല്ലോ. ഓൾ ഇന്ത്യ സർവീസും സെൻട്രൽ സർവീസും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. IASനും IPSനും കേഡറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ IASകാർക്കും IPSകാർക്കും കേരള കേഡർ, തമിഴ്നാട് കേഡർ അങ്ങനെ പറയാറില്ലേ. അപ്പോൾ ഈ സംസ്ഥാനങ്ങളെല്ലാം നമ്മൾ കേഡർ ഏത് ഓർഡറിലാണ് നമുക്ക് ഇഷ്ടം. മലയാളികളാകുമ്പോൾ കേരളം 1 കൊടുക്കും, പിന്നെ ചില ആൾക്കാർ തമിഴ്നാട് 2, കർണാടക 3 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംസ്ഥാനം കൊടുക്കാം. ഇനി നാഗാലാൻഡ്, നോർത്ത് മിസോറാമിലൊക്കെ സർവ് ചെയ്യണമെങ്കിൽ അതെടുത്ത് മുകളിൽ കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന സാധനം തന്നെ അവർ തരുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. അത് കേഡർ അലൊക്കേഷൻ പോളിസി പ്രകാരം ബാക്കിയുള്ളവരുടെ റാങ്ക്, മുമ്പിലുള്ളവരുടെ ഓപ്ഷൻസ് ഒക്കെ അനുസരിച്ച് അലോട്ട് ആവുന്നതാണ്. ഇത് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇതോടുകൂടി ഏകദേശം വൈൻഡപ്പായി, ഒരുപാട് നേരമായി പോയി, ക്ഷമിക്കണം. പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോമിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതുക. അതിലുള്ള കാര്യങ്ങൾ ചോദിക്കും. പിന്നെ അവനവനെ പറ്റിയുള്ള സർവ്വ കാര്യങ്ങളും അറിയുക. എൻ്റെ പേര്, എൻ്റെ അച്ഛൻ്റെ പേര്, ഞാൻ പഠിച്ച സ്കൂള്, ഞാൻ ജീവിച്ച സ്ഥലം, എൻ്റെ ഹോബി, ഞാൻ പഠിച്ച സബ്ജക്ട്സ്. ഇപ്പം ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെന്നോട് സിവിൽ എഞ്ചിനീയറിങ്ങിനെ പറ്റി വല്ലതും ചോദിച്ചാൽ ഒന്നും അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അവർ വിചാരിക്കില്ലേ 4 വർഷം പഠിച്ച സബ്ജക്റ്റ് പോലും അറിഞ്ഞൂടാത്ത ഇവരൊക്കെ സിവിൽ സർവൻ്റ് ആയ എന്ത് ചെയ്യാനാണ്, അല്ലേ? അതുകൊണ്ട് നമ്മളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ബയോഡേറ്റയിലുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി കറണ്ട് അഫെയർസ് ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടെ ഒരു ദിവസം കൊണ്ടൊന്നും നടക്കില്ല. നമ്മളെ പറ്റിയുള്ള കാര്യം, ഇപ്പോൾ ചില ആളുകൾക്ക് ഹോബിയൊന്നും കാണില്ല. അപ്പോൾ ഹോബി ഇല്ലെങ്കിൽ ഇന്ന് മുതലൊരു ഹോബി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. അന്ന് എഴുതുന്ന സമയത്ത് ആ ഹോബി എഴുതാം. ഇഷ്ടമില്ല എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണ്, നിങ്ങളിപ്പോൾ പോരാ, ഞാനൊരു ലെവലിൽ എത്തിയിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് മുതൽ ശ്രമിക്കുക. എന്നെങ്കിലും നിങ്ങൾ ആ പരീക്ഷ എഴുതുന്ന ഒരു ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊക്കെ എഴുതാം. അതുകൊണ്ട് അവനവനെ പറ്റി നല്ല ധാരണ ഉണ്ടാകുക. ചുറ്റുമുള്ള വിഷയങ്ങളെപ്പറ്റി, നമ്മൾ മലയാളികളായതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിക്കും കേട്ടോ. അപ്പം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവുക. അതുപോലെ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അനലിറ്റിക്കൽ ചോദ്യം വന്നാലും നേരിടുക. ഇനി സ്റ്റഡി ഷെഡ്യൂൾ. ഇത് ആക്ച്വലി ടീന ഡാബി എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് റാങ്കുകാരി പ്രിപ്പയർ ചെയ്ത സ്റ്റഡി ഷെഡ്യൂളാണ്. ആ സ്റ്റഡി ഷെഡ്യൂൾ കണ്ട് ആരും ഞെട്ടണ്ട. അത് എല്ലാ ദിവസവും എല്ലാവരും അവരങ്ങനെ പഠിച്ചു എന്നല്ല. ചില സമയത്ത് നമ്മൾ സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടാക്കി പഠിക്കേണ്ടി വരും. ഇതൊക്കെ പിന്നീട് വരുന്നൊരു സ്റ്റേജാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്പർ ഓഫ് hours അല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ടൈമാണ് ഇമ്പോർട്ടൻറ്റ്. നല്ലോണം പഠിച്ചാൽ ഒരു 8-10 മണിക്കൂർ മതി. നേരെ പഠിച്ചില്ലെങ്കിൽ 24 മണിക്കൂർ ഇരുന്നിട്ടും കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വേറെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ മോട്ടിവേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കുക. അതാണ് സ്റ്റഡി അവേഴ്സ്. നീഡ് ഫോർ സപ്പോർട്ട് ഫ്രം ഫാമിലി. ഇത് വലിയ അത്യാവശ്യം. പേരൻസിനോട് എൻ്റെ പ്രത്യേകിച്ചുള്ളൊരു റിക്വസ്റ്റാണ്. ഈ എക്സാം ഇതൊരു ഒരു ലൈഫ് ചേഞ്ചിങ് എക്സാമാണ്. കാരണം ഒരു ദിവസം കൊണ്ട് ഒരു ആസ്പിറൻറ്റ് ഒരു ഓഫീസറായി മാറുക.
അല്ലേ? നമ്മൾ ഇന്നലെ വരെ അറിയാതിരുന്ന വ്യക്തികൾ 1ാം റാങ്ക് വാങ്ങിക്കുന്നു, അവരുടെ പത്രത്തിൽ പടം വരുന്നു, നമ്മൾ ചുറ്റും അവരുടെ ഇൻ്റർവ്യൂ കാണുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു ഇൻസ്റ്റൻറ്റ് ഫെയിമാണിത്. ഇതൊക്കെ കിട്ടുന്നത് ഒറ്റയ്ക്ക് പ്രയത്നിച്ചുകൊണ്ടൊന്നും മാത്രമൊന്നുമല്ല. അവർക്കൊരു നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. പേരൻസ് മക്കളെ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളായിട്ട് അവരുടെ മുന്നിൽ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടാക്കുകയാണ്. പേരൻസ് സപ്പോർട്ട് ചെയ്യുക, ഇത് ഒരു ജോയിൻ്റ് എഫേർട്ടായിട്ട് മാത്രം കാണുക. പേരൻസിനും ഇതിൻ്റെ അകത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, മാനസികമായിട്ടുള്ള പിന്തുണ. പിന്നെ അതുപോലെ തന്നെ ഇതിനിപ്പോൾ എന്തെങ്കിലും കോച്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ വാങ്ങിക്കുന്നതിനൊക്കെ സാമ്പത്തികമായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള പിന്തുണയാണ്. അതുപോലെ പെൺകുട്ടികളുടെ പേരൻസിനോട് പറയട്ടെ, കല്യാണം കഴിക്കുക എന്നുള്ള പേരിൽ പഠിക്കുന്ന കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരിക്കുക. കല്യാണമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കല്യാണവും കാര്യങ്ങളും ഒക്കെ അതെല്ലാം നിങ്ങൾക്കൊരു വലിയൊരു വിഷയം അല്ലാതായി മാറും. അപ്പോൾ ഈ ഒരു സർവീസിന് ഇതിനു വേണ്ടി ശ്രമിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പിന്തുണ കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഫെയിലിയർ വരുന്ന സമയത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് നിലനിർത്താൻ അവരെ സഹായിക്കുക. അവർ സക്സസ്ഫുൾ ആകുന്ന ദിവസം എല്ലാ ടോപ്പേഴ്സിൻ്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാ ടോപ്പറിനോടൊപ്പം സക്സസ്ഫുൾ ആവുന്ന ഒരു ഫാമിലി തന്നെയാണ്. എല്ലാ ടോപ്പേഴ്സിൻ്റെ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മധുരം കൊടുക്കാത്ത ഏതെങ്കിലും ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ അച്ഛനും അമ്മയും മധുരം കൊടുക്കുന്നെങ്കിൽ യഥാർത്ഥത്തിൽ മധുരം കൊടുക്കേണ്ടത് അച്ഛനും അമ്മയ്ക്കും കൂടിയാണ്. കാരണം ഒന്നിച്ച് നിന്നാലേ ഇത്രയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു വർഷം വേറെ കാര്യങ്ങൾ മാറ്റി വെച്ച് നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ളവർക്ക് അനാവശ്യമായിട്ടുള്ള താല്പര്യമാണ് നമ്മുടെ കാര്യങ്ങൾ, അല്ലേ? എന്ത് ചെയ്യാന്ന്, ജോലിക്കൊന്നും പോകാതെ നിൽക്കുന്നത് എന്തിനാ? അയ്യോ, ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന പരീക്ഷയല്ല, വെറുതെ ജീവിതം നശിപ്പിക്കാതെ പിടിച്ച് കല്യാണം കഴിക്കും, ആ കോഴ്സ് പഠിക്കൂ, ഈ കോഴ്സ് പഠിക്കൂ, ഇങ്ങനെ ഒരുപാട് ഉപദേശം പല വഴിക്കുന്നു വരും. അപ്പം നിങ്ങളുടെ കുട്ടിക്ക് എയിമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടി അംബീഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളായിട്ട് ഈ ചുറ്റും നിൽക്കുന്നവരുടെ ആ ഒരു നോയ്സ് കേട്ടുകൊണ്ട് കുഞ്ഞിൻ്റെ കോൺസെൻട്രേഷൻ ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് പേരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു വലിയൊരു കടമ്പ കടന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുക. ലാസ്റ്റ്, പിയർ ഗ്രൂപ്പ്. ഒറ്റയ്ക്കൊക്കെ പഠിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടക്കുളത്തിലെ തവള എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാവും. നമുക്ക് തോന്നും നമ്മൾ ഭയങ്കര സംഭവമാണ്, നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ ഒരിക്കലും അത് ശരിയാവണമെന്നില്ല. എപ്പോഴും നമ്മളെക്കാളും ബെറ്ററായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ടച്ചിലിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓട്ടോമാറ്റിക്കലി കൂടുന്നതായിട്ട് മനസ്സിലാവും. സാധാരണ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ഏറ്റവും പഠിക്കുന്ന കുട്ടിയുടെ കൂടെ ഏറ്റവും ക്ലാസ്സിൽ പഠിക്കാത്ത ആളിനെ കൊണ്ടുവന്ന് ഇരുത്തും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും നന്നായി പഠിക്കുകയും നല്ല രീതിയിൽ ഇപ്പം സിവിൽ സർവീസിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരുമായിട്ട് പിയർ ഗ്രൂപ്പ്സ് ഉണ്ടാക്കുക. അപ്പോൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും. നമ്മുടെ മാനസികമായിട്ടുണ്ടാകുന്ന വേവലാതികളും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. കാരണം ഇപ്പം ഞാൻ പ്രിലിമിനറി മെയിനിനെ പറ്റി എൻ്റെ അമ്മയോട് പറയുന്നതിനേക്കാളും എൻ്റെ കൂടെ പഠിച്ച ഒരാളോട് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടും. ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാം, അതൊക്കെ വളരെ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഒരു പിയർ ഗ്രൂപ്പ് വളരെ അത്യാവശ്യം. ഇനി ഹൗ ടു സ്റ്റേ മോട്ടിവേറ്റഡ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ഫാമിലിയുടെ സപ്പോർട്ടും പിയർ ഗ്രൂപ്പ്സും, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവനവൻ്റേതായിട്ടുള്ള ഒരു കരുത്ത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു തിരിയുണ്ട്, അത് അണയാതെ തെളിയിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം സിവിൽ സർവീസ് പരീക്ഷ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും അമ്മയും അച്ഛനും ഒന്നും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും കാണില്ല. അവിടെ ഒറ്റയ്ക്ക് ഡിസിഷൻസ് എടുക്കേണ്ടി വരും, പ്രശ്നക്കാരെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കഴിവുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും അണയാതെ കത്തുന്ന ഒരു തിരി വേണം, അല്ലേ? അപ്പോൾ സ്റ്റേ മോട്ടിവേറ്റഡ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് കിട്ടുന്ന മോട്ടിവേഷനും ഉള്ളിലെ ആ ഒരു മോട്ടിവേഷനും കെടാതെ സൂക്ഷിക്കുക. ഇനി സിവിൽ സർവീസിൻ്റെ ഇടയിൽ റോബോട്ടിനെ പോലെ ജീവിക്കണോ, സന്യാസം സ്വീകരിക്കണോ എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ പലരും ചോദിക്കും. സന്യാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വല്ലപ്പോഴുമൊക്കെ സിനിമയൊക്കെ കാണാം, കൂട്ടുകാരെയൊക്കെ കണ്ട് സംസാരിക്കാം, വേറെ എന്ത് ചെയ്യാം, പുസ്തകങ്ങൾ വായിക്കാം, എന്തുവാണെങ്കിലും ചെയ്യാം. പക്ഷേ തിരിച്ച് നിങ്ങളുടെ പഠനത്തിൻ്റെ ആ ഒരു ടൈം ടേബിളിലോട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റണം. കൂട്ടുകാരെ കാണാൻ പോയി 2 ദിവസം പിന്നെ ആ വഴിക്ക് പോകരുത്. അങ്ങനെ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാതിരിക്കുക. കൂട്ടുകാരെ കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണുക, സംസാരിക്കുക, അതൊരു സ്ട്രെസ് റിലീഫർ ആയിരിക്കും. അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായിരിക്കും. പല സിനിമകളും ഉണ്ട്, വളരെ മോട്ടിവേറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയല്ലോ ഹിന്ദിയിൽ, 12th ഫെയിൽ 12th പാസ്സാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ 12th ഫെയിൽ ആണെന്ന് തോന്നുന്നു. അതുപോലെയുള്ള സിനിമകൾ സിവിൽ സർവീസ് എക്സാമിനെ പറ്റിയുള്ള സിനിമയാണ്.
ആ സിനിമ കണ്ട് ഒരുപാട് പേര് മോട്ടിവേറ്റഡ് ആയി. ഒരുപാട് പേര് ആ സിനിമ കണ്ട് നമ്മളെ പരിചയമുള്ളവരെല്ലാം നമ്മുടെ തോന്നി ചോദിച്ചു, അയ്യോ ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ചോ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതുപോലെയുള്ള മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് കാണാം. ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് ഉണ്ട് അല്ലേ, നല്ല മോട്ടിവേറ്റ് നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ടോപ്പേഴ്സിൽ തന്നെ. അതുപോലെ ടോപ്പേഴ്സ് എന്ന് വേണ്ട, പല മേഖലയിൽ സക്സസ്ഫുള്ളായി നല്ലോണം സംസാരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ടോക്ക് ഒന്ന് കേട്ടു നോക്ക്. ഒരു എന്താണ് ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ലെഷർ ടൈം ആകാം, റോബോട്ട് ആവണ്ട, പക്ഷേ തിരിച്ച് അവനവൻ്റെ ഗോൾ നഷ്ടപ്പെടാതെ ഷെഡ്യൂളിലോട്ട് തിരിച്ചു വരാൻ കഴിയണം. ഇത് UPSCയുടെ വെബ്സൈറ്റാണ്. ഇത് എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇവിടെ അതിൻ്റെ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയും. ഇത് കേരളത്തിലെ സെൻറ്റേഴ്സാണ്. പ്രിലിമിനറിക്ക് 3 സെൻറ്റേഴ്സ് ഉണ്ട്, ട്രിവാൻഡ്രം, കൊച്ചി, കോഴിക്കോട്. മെയിൻ പരീക്ഷ കേരളത്തിലുള്ള എല്ലാ കാൻഡിഡേറ്റും ട്രിവാൻഡ്രത്ത് വന്നാണ് എഴുതുന്നത്. മെയിൻ ഒറ്റ സെൻറ്ററേ ഉള്ളൂ, കാരണം ആൾ കുറവായതുകൊണ്ട് അവർ സെൻറ്റർ കൂട്ടിയിട്ടില്ല. ഇത് കുറച്ച് റെഫറൻസ് ബുക്സ് ഒക്കെയാണ്. അതിൽ മെയിനായിട്ടും NCERT ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അറ്റ്ലസ് വായിക്കുക, അതുപോലെ ഹിസ്റ്ററി, പോളിറ്റി, ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനിപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ നിങ്ങളെ സിവിൽ സർവീസ് എന്ന് പറഞ്ഞ് സംസാരിച്ച് കൊന്നു. എന്നാലും ഒരു കാര്യം പറയട്ടെ. ഇത് നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ സാറാണ്. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സിവിൽ സർവീസ് ക്രാക്കിംഗ് UPSC, നോട്ട് ക്രാക്കിംഗ് UPSC ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ്. ഈ പരീക്ഷയ്ക്ക് ശ്രമിച്ചു, കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അയ്യോ ജീവിതം അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. ഇങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. മാനസിക പ്രശ്നം വരുന്നവരുണ്ട്, വേറെ ജോലിക്ക് പോകാത്തവരുണ്ട്, പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, UPSC തന്നെ വേറെ ജോലികൾക്കും കൂടെ ഇവരുടെ മാർക്ക് അലൗ ചെയ്തു തുടങ്ങിയത് സമീപകാലത്താണ്. കാരണം ചില ആൾക്കാർക്ക് ഇതൊരു ഒബ്സെഷനായി മാറി അവസാനം റിയാലിറ്റി വേറെ, ബാക്കി കാര്യങ്ങൾ വേറെ എന്നുള്ളൊരു സ്റ്റേജാവും. UPSC ഒരു ലോകത്തിൻ്റെ അവസാനമൊന്നുമല്ല. UPSCയും ഒരു ജോലിയാണ്, അല്ലാതെ ഇത് ജീവിതം. UPSC ഈസ് നോട്ട് ലൈഫ് ഇറ്റ്സെൽഫ്. UPSC ഈസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ലൈഫ്. ഇതൊരു ജോലി, ബാക്കി എല്ലാ ജോലി പോലെ ഇതും ഒരു ജോലി തന്നെയാണ്. ഇത് ജീവിതത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമായിരിക്കാം, പക്ഷേ ഇത് ജീവിതം തന്നെയല്ല. അതുകൊണ്ട് അവനവൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് UPSC ഒരു തടസ്സമാണെങ്കിൽ ഈ പരീക്ഷ എഴുതരുതെന്നേ ഞാൻ പറയൂ, അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി സമയം കളയരുതെന്നേ പറയൂ. നമ്മളിതിനെ എൻജോയ് ചെയ്ത് നമ്മളിതൊരു ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് നിന്ന് എഴുതേണ്ട എക്സാമാണ്. ഇനി ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് കിട്ടിയില്ലെങ്കിൽ വേറൊരു പരീക്ഷ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഈ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഇത് വെച്ച് നിങ്ങൾക്ക് പല എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതല്ലെങ്കിൽ വേറൊന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. എന്തായാലും ഓർക്കുക, ഇത് കാരണം ഒരു എൻഡ് ഓഫ് ദി വേൾഡ് സിറ്റുവേഷൻ ആണ് എന്നൊന്നും ആരും ദയവേത് പേരൻസ് കുട്ടികളോട് ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കരുത്. കാരണം ചിലപ്പോൾ 1-2 വർഷമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ പേരൻസ് ഇതൊരു തരം ഈഗോ ഇഷ്യൂ ആയിട്ട് എടുക്കും. അയ്യോ ഇനി നീ ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ ബാക്കിയുള്ളവരുടെ മുഖത്ത് നോക്കും, ഞാൻ ഇനി തലയിൽ കൂടെ തുണിയിട്ട് ഇറങ്ങേണ്ടി വരുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പേരൻസും ഉണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. ഇതൊരു പരീക്ഷയാണ്, ഇതിൽ വിജയമുണ്ട് പരാജയമുണ്ട്. അതിനെ ആ രീതിയിൽ കാണുക. നമ്മൾ നമ്മുടെ പരമാവധി ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. മാത്രമല്ല ഇതിൽ ഒരുപാട് ബുദ്ധിയും ഒരുപാട് കഴിവും ഒരുപാട് പലതരത്തിലുള്ള സർവജ്ഞ പീഠമൊന്നും കയറേണ്ട ഒരാവശ്യമില്ല. അത്യാവശ്യം ഒരു ആവറേജ് ഇൻ്റലിജൻസും പക്ഷേ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇതിൽ വിജയം സുനിശ്ചിതമാണ്. ഇനി ഭാഗ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഭാഗ്യം എന്താണെന്ന് ഞാൻ ചോദിക്കേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എത്രത്തോളം ഇതിൻ്റെ അകത്ത് നന്നായിട്ട് പഠിക്കുന്നു, എത്രത്തോളം തയ്യാറെടുക്കുന്നു, എത്രത്തോളം നമ്മളിത് റിവൈസ് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്നു, നമ്മളുടെ ഭാഗ്യം അതിനനുസരിച്ച് കൂടുന്നു. പഠിക്കാത്തവന് ഭാഗ്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആ ഭാഗ്യം ഉണ്ടെങ്കിൽ അത് വളരെ നൈമിഷികമായിട്ടുള്ള ഭാഗ്യം മാത്രമായിരിക്കും. നല്ലോണം എഫർട്ട് എടുക്കുന്നവർ തന്നെയാണ് ഇതിൽ വിജയിക്കുന്നത്. ഞാൻ ഈ പഠനങ്ങളൊന്നും എൻ്റെതല്ല, അതുകൊണ്ട് ആരും എനിക്കെതിരെ ലീഗൽ സ്യൂട്ട്സ് ഒന്നും കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ഒന്ന് നിർത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ സീക്രട്ട് ടു സക്സസ്. അപ്പോൾ എന്ത് ചെയ്യുക? സ്റ്റാർട്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അതാ, നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത അതാ, നമ്മളൊരു തുടക്കം കിട്ടും. അടുത്തത് തിങ്ക്. നിങ്ങൾക്ക് തിങ്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തെന്താ? അനാലിസിസ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ആലോചിക്കുക. ഇത് ഇങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞു, ഇത് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു, നമ്മൾ എന്ത് ചെയ്യണം? അടുത്തെന്താ? പ്ലാനിങ്. അല്ലേ? ചിന്തിച്ചിട്ട് അവിടെ വിട്ടിട്ട് പോയാൽ കാര്യമില്ല. എങ്ങനെ? ഓക്കെ, പത്രം വായിക്കാത്തവർക്ക് പത്രം വായന, ഹോബി ഇല്ലാത്തവർക്ക് ഇന്ന് തന്നെ ഹോബി കണ്ടെത്തുക.
പിന്നെന്താ ഉള്ളത്? ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവർ ഇംഗ്ലീഷ് തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും പഠിക്കുക. പിന്നെ ട്രൈ, എന്ത് ചെയ്യുക? നമ്മൾ ശ്രമിക്കുക. പിന്നെന്താ? ഡു എന്ന് പറയുമ്പോൾ ഞാൻ പറയും പരീക്ഷ എഴുതുന്നത് ഡു. ഇനി പരീക്ഷ എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിലോ? ഡു അഗൈൻ. ഇനി കിട്ടാതിരുന്നാലോ? കീപ്പ് ഓൺ ഡൂയിങ്. ഇനി കീപ്പ് ഓൺ ഡൂയിങ് കഴിഞ്ഞ് എല്ലാ അറ്റംപ്റ്റും കീപ്പ് ഓൺ ഡൂയിങ് അല്ല, കീപ്പ് ഓൺ ഡൂയിങ് ടിൽ യു ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് യു ഹാവ് ഗിവൺ യുവർ ബെസ്റ്റ്. അപ്പം നിങ്ങളുടെ ബെസ്റ്റ് ഇതിന് ഇന്നഫ് അല്ല എന്നുണ്ടെങ്കിൽ കൺസിഡർ അതർ ഓപ്ഷൻസ്. നമ്മൾ ഈ നമ്മുടെ കയ്യിൽ വന്ന ഇത്രയും വാസ്റ്റ് നോളജ് വെച്ച് വേറൊരു ഫീൽഡിൽ ഇതിലും സക്സസ്ഫുള്ളായി വരാൻ ശ്രമിക്കും. ഈ സക്സസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു ജോലിയോ ഒന്നുമല്ല. എനിക്ക് ഈ ജോലിയിൽ കയറിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള സക്സസ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓഫീസിൽ വരുന്ന ഓരോ മനുഷ്യനെയും ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ് സക്സസ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിൽ കൂടിയൊന്നുമില്ല. നമുക്കിനി എന്തൊക്കെ അവാർഡ് കിട്ടിയാലും എന്തൊക്കെ ഫെലിസിറ്റേഷൻ കിട്ടിയാലും ആരൊക്കെ വാ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മുന്നിൽ വന്ന് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തതിൻ്റെ ആ ഒരു ചാരിതാർത്ഥ്യമാണ് സക്സസ്. അത് ഏത് ഫീൽഡിലും കണ്ടെത്താൻ കഴിയും. സിവിൽ സർവീസിലോട്ട് എൻ്റെ ഈ 1.5 മണിക്കൂറിൻ്റെ പ്രയത്നം കാരണം നിങ്ങൾ കുറച്ച് പേരെങ്കിലും താല്പര്യം കാണിക്കുമെന്ന്, അല്ലെങ്കിൽ താല്പര്യമുള്ള വേറുള്ളവരോട് ഈ കാര്യങ്ങൾ പറയും എന്നുള്ള പ്രത്യാശയോടെ നമ്മളുടെ ശിവഗിരി സംരക്ഷിത സംഘത്തിനും സാരഥി സെൻറ്റർ ഫോർ എക്സലൻസിനും എനിക്ക് ഈ അവസരം തന്നതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇന്നത്തെ കരിയർ ഗൈഡൻസിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഈ സൈനിക വിഭാഗം അതല്ലാതെ ഈ പറയുന്ന സിവിൽ സർവീസസ് എക്സാമിനേഷൻ ഏതോ ബാലികേറ മലയാണ് എന്നുള്ളൊരു ധാരണയിൽ നിന്നും ഇത് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും കിട്ടാം എന്നുള്ളൊരു അവസ്ഥ ഉണ്ട് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായി. നമുക്ക് മനസ്സിലാകുമ്പോൾ മാത്രമല്ലേ നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് എന്നുള്ളൊരവസ്ഥയിൽ നിന്നും ഇതാണ് എന്നുള്ളൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. ഈ കരിയർ ഗൈഡൻസിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം തോന്നുന്നു? വളരെ നല്ല മോട്ടിവേറ്റായിട്ടുള്ള ഒരു ക്ലാസ്സായിരുന്നു. ഞാൻ പല ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വളരെ നല്ല മോട്ടിവേറ്റഡ് ആയിരുന്നു. അത് വിദ്യാർത്ഥികൾക്കും ഒപ്പം രക്ഷകർത്താക്കൾക്കും വളരെ മോട്ടിവേറ്റായിരുന്നു. IAS, IPS, IFS സർവീസുകളെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടും വളരെ വിശദമായിട്ടും ഇവിടെ സമ്പന്നരായിട്ടുള്ള പ്രമുഖ വ്യക്തികൾ സംസാരിച്ചതിലൂടെ ഭാവി തലമുറയ്ക്ക് ഉപകാരപ്രദമാവുന്ന അവരുടെ ജീവിതത്തിൽ വഴികാട്ടിയാവുന്ന പല അനുഭവങ്ങളും ഇവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. അത് ഈ പൊതുസമൂഹത്തിന് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് നമുക്കെല്ലാവരും കിട്ടിയത്.